വട്ടൻ നിങ്ങളെ രണ്ടുപേരെയും കൊല്ലാൻ നടക്കുന്നു. അയാള് കൊല്ലൂടാ. അന്ന് എന്നെ തലനാരിയൊക്കെ അയാളെ വെടിയെന്ന് രക്ഷപ്പെട്ടത്. നമ്മുടെ ജീവിതത്തിൽ മാത്രം എന്താണ് ഈ വെടി അവിഹിതവും മാത്രം വരുന്നത്? അറിഞ്ഞൂടാ. അനുരാഗവിലോചനായി അതിലേറെ ഹലോ, മഞ്ജു വേണമെന്നോ? സ്വിഗ്ഗിന്നാ? മനസ്സിലായില്ല. നീ കെട്ടാനിരുന്ന ആലീസിന്റെ രണ്ടാങ്ങളമാരിലെ ഒരേ ഒരാങ്ങള. ഇത് അളിയന്റെ നമ്പർ അല്ലല്ലോ. അളിയനാ? അളിയന്റെ സിമ്മൊക്കെ കട്ട്. ഇത് പഞ്ചുഫറിനോടെ നമ്പറാടാ. എന്താ പഞ്ചഫർണോളിയ കാര്യം? എന്റെ പെങ്ങളെ ചതിച്ച് നിന്നെ ഞാൻ വെറുതെ വിടൂലടാ. അവളെ വേദനിപ്പിച്ച നിന്റെ മുഖത്ത് ഞാൻ പഞ്ച് ചെയ്യാതെ പഞ്ചുഫറിനോ ഗ്ലൗസ് ഊരടാ. ഖുഷ്ബു വട്ടിന്റെ എണ്ണം 2ആയി. നമുക്കേ എത്രയും പെട്ടെന്ന് ഈ വീട്ടിൽ നിന്ന് മാറാം. കുറച്ച് കഴിഞ്ഞ് ചാച്ചനും അമ്മയും കൂടെ വരും. പിന്നെ അവരുടെ വട്ടോടെ ഞാൻ കാണേണ്ടി വരും. ലാസ്റ്റ് എനിക്ക് വട്ടാവും. പോവാ. ഇനി അവളെ പിഴയെന്ന് വിളിച്ച അവള് കണ്ണി തുപ്പുവേ. ഞാൻ ഒരു സോറി പറയാം. ഞാൻ അല്ല, നിന്റെ ബന്ധു. അവിടെ തീയങ്ങനെ വിളിക്കുക. അപ്പൊ അന്ന് വന്നവൻ ആരടാ? മഹേഷേട്ടൻ പറഞ്ഞിട്ടാ CCTV റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നിടമാരുമില്ലായിരുന്നു. ഞാനൊന്ന് കളക്ടർ എടുക്കാൻ പോയിട്ട് വന്നപ്പോ ചേട്ടന്റെ ഭാര്യയും വെടിയും പുകയൊക്കെ. അല്ലാതെ എനിക്കൊന്നും അറിഞ്ഞൂടാ. അപ്പൊ നിനക്ക് ആ വിഹിതത്തിൽ പങ്കില്ല? ഇന്നേ വരെ ഞാനത് യൂസ് ആക്കിയിട്ട് പോലുമില്ല. ഞാനൊരു കന്യാപുരുഷനാ. കന്യകൻ? കാശൊന്നും വേണ്ട, പോയാ മതി. മാലേ അയ്യേ അയ്യേ, ഇടയുടെ ഭാര്യ ഇവിടെ പോയി പറഞ്ഞ് എന്നെ കല്യാണം കഴിക്കാതെ. എനിക്ക് കല്യാണം കഴിക്കാവുന്നതാ. ഇത് താലിമാലയല്ല, പിന്നെ ഞെട്ടിക്കൽ മാല.